ദേശീയപാത വിഷയത്തിലെ ആശങ്ക നേരിട്ടറിയിക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ നിതിൻ ഗഡ്കരിയെ നേരിട്ട് കാണും. ഇതിനായി ജൂൺ 3, 4 തീയതികളിൽ മുഖ്യമന്ത്രി ഡൽഹിയിലേക്ക് തിരിക്കുമെന്നാണ് വിവരം. ദേശീയപാത തുടർ പ്രവർത്തനങ്ങളും നിതിൻ ഗഡ്കരിയെ നേരിട്ട് കണ്ട് മുഖ്യമന്ത്രി ധരിപ്പിക്കും. ഇതിനായി കേന്ദ്ര ഗതാഗത മന്ത്രിയുടെ ഓഫീസിൽ കൂടിക്കാഴ്ചക്കുള്ള സമയം തേടിയിട്ടുണ്ട് എന്നാണ് വിവരം. കണ്ണൂരിൽ 8 വയസ്സുകാരിയെ അച്ഛൻ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ നടപടിയുമായി ആരോഗ്യ, വനിതാ, ശിശുവികസന വകുപ്പ് മന്ത്രി വീണ ജോർജ്. കുട്ടികൾക്ക് തുടർ സംരക്ഷണം ഉറപ്പാക്കണമെന്ന് വനിതാ ശിശുവികസന വകുപ്പ് ഡയറക്ടർക്ക് മന്ത്രി നിർദ്ദേശം നൽകി. ഇതനുസരിച്ച് കണ്ണൂർ ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ തുടർ നടപടികൾ സ്വീകരിച്ചു. ശശി തരൂർ എംപിക്ക് സെലക്ടീവ് അംനേഷ്യ ജോൺ ബ്രിട്ടാസ് എംപിയുടെ വിമർശനം. 2023 ഭൂകമ്പത്തിൽ തകർന്ന തുർക്കിക്ക് 10 കോടി രൂപ കേരളം സാമ്പത്തിക സഹായം നൽകിയതിലുള്ള തരൂരിന്റെ വിമർശനത്തിലാണ് ജോൺ ബ്രിട്ടാസ് എംപിയുടെ പരിഹാസം. തുർക്കിയെ സഹായിക്കാൻ കേന്ദ്രം ഓപ്പറേഷൻ ഡോസ് സംഘടിപ്പിച്ചത് തരൂരിന് അറിയാമെന്നിരിക്കെ വിമർശനം അനാവശ്യമാണെന്നും ജോൺ ബ്രിട്ടാസ് അഭിപ്രായപ്പെട്ടു. ആലത്തൂരിൽ ദേശീയപാത ഇടിഞ്ഞു താഴ്ന്നു. സ്വാതി ജംഗ്ഷന് സമീപമാണ് ദേശീയപാത ഇടിഞ്ഞു താഴ്ന്നത്. ഇന്ന് പുലർച്ചയോടുകൂടിയായിരുന്നു സംഭവം. വാഹനങ്ങൾ പോകുന്നതിനിടയിലാണ് റോഡ് ഇടിഞ്ഞു താഴ്ന്നത്. കൾവേട്ട് നിർമ്മാണം നടക്കുന്ന റോഡാണ് താഴ്ന്നത്. സംഭവത്തെ തുടർന്ന് വാഹന ഗതാഗതം നിർത്തിവെച്ചു. സംസ്ഥാനത്ത് കാലവർഷമെത്തി. പതിവ് തെറ്റിച്ചു ഒരാഴ്ച മുമ്പെയാണ് മൺസൂണിന്റെ വരവ്. 16 വർഷത്തിന് ശേഷമാണ് സംസ്ഥാനത്ത് കാലവർഷം ഇത്ര നേരത്തെ എത്തുന്നത്. കഴിഞ്ഞ 2 ദിവസമായി സംസ്ഥാനത്തുടനീളം മഴ തകർത്തു പെയ്യുകയാണ്. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ റെഡ് അലർട്ട് തുടരും. ബാക്കിയുള്ള 12 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ഗായകൻ ഡാപ്സി എന്ന മുഹമ്മദ് ഫാസിലിനെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു. സാമ്പത്തിക ഇടപാടിനെ ചൊല്ലിയുള്ള തർക്കത്തിലാണ് അറസ്റ്റ്. ഡാപ്സിയെയും 3 സുഹൃത്തുക്കളെയുമാണ് അറസ്റ്റ് ചെയ്തത്. സ്റ്റേഷൻ ജാമ്യത്തിലാണ് മുഹമ്മദ് ഫാസിലിനെ വിട്ടയച്ചത്. DCC മുൻ ജനറൽ സെക്രട്ടറി ബെന്നി പെരുവന്താനം BJPയിൽ ചേർന്നു. കട്ടപ്പനയിൽ BJP ഇടുക്കി സൗത്ത് സംഘടനാ ജില്ലയുടെ വികസന കേരളം കൺവെൻഷനിലാണ് ബെന്നി BJP അംഗത്വം സ്വീകരിച്ചത്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അംഗത്വം നൽകി. സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ട് ഐക്യരാഷ്ട്രസഭയിൽ തെറ്റായ വിവരങ്ങൾ പറഞ്ഞ പാകിസ്ഥാനെ വിമർശിച്ച് ഇന്ത്യ. ഭീകരതയുടെ ആഗോള പ്രഭവ കേന്ദ്രമാണ് പാകിസ്ഥാനെന്നും അവർ അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കുള്ള പിന്തുണ അവസാനിപ്പിക്കുന്നതുവരെ കരാർ നിർത്തിവച്ചിരിക്കുകയാണ് എന്നുമായിരുന്നു ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പർവതേനി ഹരീഷ് വ്യക്തമാക്കിയത്. ബോളിവുഡ് നടൻ മുകുൾ ദേവ് അന്തരിച്ചു. 54 വയസ്സായിരുന്നു. ഇന്നലെ രാത്രിയാണ് മരണം സംഭവിച്ചത്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി അസുഖബാധിതനായി മുകുളിനെ ഐസിയുവിൽ പ്രവേശിച്ചിരുന്നു. മലയാളത്തിലടക്കം വില്ലൻ വേഷങ്ങൾ അവതരിപ്പിച്ച രാഹുൽ ദേവിന്റെ സഹോദരനാണ് മുകുൾ ദേവ്. മാതാപിതാക്കളുടെ മരണശേഷം മുകുൾ ദേവ് തന്നിലേക്ക് ഒതുങ്ങിയിരുന്നുവെന്ന് അടുത്ത വൃത്തങ്ങൾ പറഞ്ഞു. ഹാർവാർഡ് സർവകലാശാലയിൽ വിദേശ വിദ്യാർത്ഥികൾക്ക് വിലക്കേർപ്പെടുത്തിയ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിന്റെ ഉത്തരവിന് സ്റ്റേ. മസാച്യുസെറ്റ്സ് ഡിസ്ട്രിക്ട് കോടതി ജഡ്ജി അലിസൺ ബട്ടഫ്സ് ആണ് ഉത്തരവ് സ്റ്റേ ചെയ്തത്. ഹാർവാർഡ് നൽകിയ ഹർജി പരിഗണിച്ചാണ് കോടതി ഉത്തരവ്. 2 ആഴ്ചത്തേക്കാണ് സ്റ്റേ നൽകിയത്.